ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. അപ്പോൾ ഇന്ന് ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു വെൽവെറ്റിൻ്റെ ഒരു എലൈൻ ഫ്രോക്കിൻ്റെ മോഡലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്ലാക്ക് വെൽവെറ്റ് ഒരു 1.5 മീറ്റർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു വൈറ്റ് സാറ്റിൻ്റെ ഒരു ബോ വരണുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 1/2 മീറ്റർ സാറ്റിൻ്റെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഈ ഒരു കോട്ടണും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഷോൾഡർ അലവൻസ് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ 4.5 ഇഞ്ചാണ് വരുന്നത്. അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. 3.5 ഇഞ്ച് മിഡാം ഹോൾ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. 5.5 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത്. അതായത് ചെസ്റ്റ് 20 ആണ് ആ കുട്ടിയുടെ അളവ് വരുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഷേപ്പ് 7 ഇഞ്ചിൽ വരുന്നുണ്ട്. അതിൻ്റെ റൗണ്ട് വന്നത് 5 ഇഞ്ചാണ് കേട്ടോ. ഉടുപ്പിൻ്റെ ഒരു ഫുൾ ലെങ്ത്ത് വരുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ ഞാനൊരു ഫ്ലെയർ ഒരു 8 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ടാണ് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ എല്ലാം കൂട്ടിയിട്ട് ഈ ഒരു മാർക്ക് ചെയ്ത പോയിന്റുകളെല്ലാം കൂട്ടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലൈൻ ഉടുപ്പുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു സൈഡ് ഭാഗം നമ്മളൊന്ന് മുകളിലോട്ട് കുറച്ചൊരു 1.5 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം തൂങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് സൈഡിൽ നമ്മളുടെ സീം അലവൻസ് എല്ലാം കൂട്ടിയിട്ട് വിടാം. ശേഷം ഞാൻ നെക്കിൻ്റെ അളവാണ് മാർക്ക് ചെയ്യണത്. അപ്പോൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു സെൻറ്റർ ഫോൾഡിൽ നിന്ന് നമ്മളുടെ ഈ ഒരു ചെസ്റ്റിൻ്റെ അളവിലോട്ട് ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു വള്ളിയാണ് നമ്മൾ നെക്കിൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സെൻറ്ററിൽ നിന്ന് നമ്മൾ അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ശേഷം ബാക്ക് ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്യണത്. അപ്പോൾ സിബ് വെക്കാനുള്ളൊരു 1/2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് വിട്ടിട്ട് വേണം നമ്മൾ ഈ ഫ്രണ്ടിൻ്റെ പോർഷൻ വെച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി മെയിൻ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ബാക്കിൽ സിബ് ഉള്ളതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ആയിട്ടുള്ള സൈഡ് വെച്ചിട്ടാണ് കേട്ടോ ഞാനത് കട്ട് ചെയ്തെടുത്തേണത്. പിന്നീട് നമ്മൾ ഫോൾഡിങ് വരുന്ന ഭാഗത്തായിരിക്കണം നമ്മൾ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് നമ്മുടെ നെക്കിൻ്റെ പോർഷനിൽ 2 വള്ളിയാണ് കേട്ടോ വരുന്നത്. ഒരു ചെറിയൊരു വള്ളിയാണ് വരുന്നത്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒപ്പം തന്നെ നമ്മൾ ബാക്കിൽ കെട്ടാനായിട്ട് വള്ളിയും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനും കൂടിയുള്ള മെറ്റീരിയൽ നമ്മൾ ഈ ബാലൻസ് തുണി കൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നെക്കിൻ്റെ ഭാഗം ചെറിയൊരു ഷേപ്പ് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ക്യാൻവാസിൽ നമ്മുടെ ഈ ഒരു ലൈനിങ് പീസ് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കണതായിരിക്കും ബെറ്റർ. അപ്പോൾ ആ നെക്ക് കൃത്യമായിട്ട് തന്നെ നമുക്ക് വരാൻ പറ്റും കേട്ടോ. ഇല്ല നമ്മൾ സ്ട്രെയിറ്റ് പീസൊന്നും നമുക്കിതിൽ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു ഷേപ്പ് നമ്മളുടെ ആ ലൈനിങ്ങിൽ കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പീസ് വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു ട്രെയിൻസ് വീൽ യൂസ് ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യണതായിരിക്കും ബെറ്റർ. അപ്പോൾ ഫ്രണ്ട് പോലെ തന്നെ ബാക്കും ഇതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്യുക. ഞാനപ്പോൾ നെക്കിൻ്റെ പോർഷനെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ബാക്കും ഫ്രണ്ടും അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സാറ്റിനാണ് കട്ട് ചെയ്യണത്. അപ്പോൾ സാറ്റിൻ്റെ ഒരു വിട്ട് വരണമെന്ന് വെച്ചാൽ 2 ബോ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 10 ഫോൾഡ് ചെയ്തിട്ടിട്ട് 10 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെങ്ത്തും 10 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ വിട്ട് വരുന്നത് 20 ഇഞ്ചും ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ചുമാണ് കേട്ടോ. അപ്പോൾ ഒരു ബോയ്ക്കാണ് 20 ഇഞ്ച് വിട്ട് വരുന്നത്. അതിനേക്കാളും ഒരു ചെറിയൊരു സൈസിലായിരിക്കണം അടുത്ത ബോ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു വിട്ട് നമ്മളൊരു 18 ഇഞ്ചോളം ഒക്കെ കൊടുത്താൽ മതിയാവും കേട്ടോ. ഞാനപ്പോൾ ആദ്യമേ തന്നെ 2 പീസ് ഒരുമിച്ചാണ് കട്ട് ചെയ്തെടുത്തത്. ബോയ്ക്കുള്ളത് 20 ഇഞ്ച് വിട്ടിൽ തന്നെ കട്ട് ചെയ്തു. പക്ഷെ അതിന് ശേഷം ഞാനതിൻ്റെ ഒരു വിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ബോർഡ് ലെങ്ത്ത് കറക്റ്റാണ് 10 ഇഞ്ച് വീതമാണ്. പക്ഷേ വിട്ട് ഒരെണ്ണത്തിന് 20ഉം ഒരെണ്ണത്തിന് 18 ഇഞ്ചുമാണ് കേട്ടോ എടുത്തേണത്. അതിനുശേഷം ഞാൻ ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കിടിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ മെയിൻ മെറ്റീരിയൽ വെൽവെറ്റോട് കൂടിയിട്ട് തന്നെ ബാക്കും ഫ്രണ്ടിൻ്റെയും ആ ലൈനിങ് കൂട്ടി യോജിപ്പിച്ച് വെക്കുക കേട്ടോ.
ബാക്കും ഫ്രണ്ടും ലൈനിങ് ഞാൻ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഒരു വള്ളിയാണ് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ നെക്ക് പോർഷനിൽ വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് 2 ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേണത്. അപ്പോൾ അതൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ചൊന്ന് അടിക്കുക. 2 സൈഡിലും ഓരോ ജോയിനിങ്, ഓരോ സ്റ്റിച്ച്, ടോപ്പ് സ്റ്റിച്ച് പോലെ കൊടുത്താൽ മതി. അതിന് ശേഷം അതൊന്ന് തിരിച്ച് മറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ സൈഡിൽ എക്സ്ട്രാ ഉള്ള സീം എലമെൻറ്റ്സ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മളിത് തിരിച്ച് മറിച്ചെടുക്കാൻ. കാരണം വെൽവെറ്റാണ്, നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കട്ടി കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൈഡ് സീം എലമെൻറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതുപോലെ ഞാനൊരു വള്ളി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനതൊരു 5.5 ഇഞ്ചിലാണ് ഞാൻ ഈ വള്ളി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 വള്ളി ഞാൻ 5.5 ഇഞ്ചിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് 2 ഇഞ്ച് വിട്ടാണ്, സെൻറ്ററിൽ നിന്ന് 2 ഇഞ്ച് വിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യണത്. അപ്പോൾ ടോട്ടൽ 4 ഇഞ്ച് വിട്ട് നെക്കിന് വരുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചാണ് വള്ളി താഴ്ത്തോട്ട് വരുന്ന രീതിയിൽ, ഈ വീഡിയോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും, നല്ല വശത്ത് താഴ്ത്തോട്ട് വരുന്ന രീതിയിൽ 2 ഭാഗത്തും ആദ്യമേ തന്നെ ഈ വള്ളി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിനു മുമ്പും ഈ മോഡൽ ഒത്തിരി തവണ ചെയ്തിട്ടുണ്ട്, പക്ഷേ റിപ്പീറ്റേഷൻ അടിക്കണതല്ല, നമ്മളുടെ കസ്റ്റമേഴ്സ് പറയണ കുറച്ച് മോഡൽസ് ആണ് കേട്ടോ. അപ്പോൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യണതാണ്. അപ്പോൾ അവരുടെ ഒരു ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ഡിസൈനൊക്കെ ചെയ്യണത്. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേണ ആ ഒരു ക്യാൻവാസ് ഉണ്ടല്ലോ, അതൊന്ന് അടിഭാഗം മടക്കി അടിച്ചിട്ട് ഇതുപോലെ നമ്മളുടെ അതിൻ്റെ ഷേപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് മുകളിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ നെക്കിൻ്റെ ക്യാൻവാസ് ജോയിൻ ചെയ്യിപ്പിക്കണ പോലെ തന്നെയാണ്. അപ്പോൾ ഈ വള്ളി വെച്ചതിന് ശേഷം ക്യാൻവാസ് മുകളിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ബാക്ക് പോർഷനും ചെയ്യാൻ നമ്മുടെ നെക്കിൻ്റെ വൈഡ് ഒരു 2 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല വശത്തിനോട് വെച്ചിട്ട് ഈ ഒരു വള്ളി താഴ്ത്തോട്ട് വരുന്ന രീതിയിൽ, ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ വള്ളി താഴ്ത്തോട്ട് വരുന്ന രീതിയിൽ ബാക്കിൻ്റെ സൈഡിലും നമ്മൾ ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ബാക്കിലെ ക്യാൻവാസും കൂടി ഫ്രണ്ട് പോർഷൻ ചെയ്ത പോലെ തന്നെ അറ്റാച്ച് ചെയ്തെടുക്കാം. നമ്മൾ സിബ് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യണത്. കൺസീൽഡ് സിബാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തത്. അപ്പോൾ സിബ് വെക്കണത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പോൾ പുതിയതായിട്ട് ചാനൽ കാണുന്നവർക്കൊക്കെ ഡൗട്ട് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇതിനു മുമ്പ് ഒത്തിരി തവണ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട്, നോർമൽ വീഡിയോസിലും ഒത്തിരി തവണ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് നോക്കിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ സിബ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ബാക്ക് പോർഷനിൽ ഞാൻ ചെറിയൊരു സ്ലിറ്റും കൂടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിഭാഗത്തായിട്ടൊരു 4 ഇഞ്ചോളം വരുന്ന ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു സിബ് കയറ്റിട്ടതിന് ശേഷം സിബ് ഈ ബാക്കും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കൂടിയിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ഇടാം. അതുപോലെ തന്നെ സ്ലിറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു 4 ഇഞ്ചോളം മുകളിലോട്ട് കയറ്റിയിട്ട് വേണം ഒന്ന് കെട്ടിട്ട് നിർത്താൻ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സിബ് ഇച്ചിരി ലെങ്ത് ഉള്ളതാണ് എടുത്തത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മുടെ ആവശ്യാനുസരണം ലെങ്ത് എടുത്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ സിബിൻ്റെ അടിഭാഗം കൂടിയും നമ്മളൊന്ന് റൗണ്ട് ചെയ്തിട്ടൊന്ന് അടിക്കുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം ഒന്ന് കവർ ചെയ്ത് അടിച്ചാൽ മതി. കാരണം കുട്ടികൾക്ക് അത് കുത്തിക്കൊള്ളാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സിബിൻ്റെ ആ ഷാർപ്പ് എഡ്ജ് ഒന്ന്, ആ സിബിൻ്റെ ബാലൻസ് ആ പീസ് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ വേറൊരു കോട്ടൺ പീസ് കൊണ്ട് ആയാലും കുഴപ്പമില്ല, ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അടിക്കണത് ബെറ്റർ ആയിരിക്കും കേട്ടോ. ഇനി ഈ ഉടുപ്പിൻ്റെ താഴ്ഭാഗത്ത് ഞാനൊരു സ്ലിറ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് നമ്മളുടെ ഈ ചുരിദാറിൻ്റെ ഒക്കെ സ്ലിറ്റ് അടിക്കണ പോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരു എൽ ഷേപ്പിൽ അടിച്ചെടുക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. സാധാരണ നമ്മൾ ചുരിദാറിൻ്റെ സ്ലിറ്റൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ, അത് തന്നെ ആ സെയിം മെത്തേഡ് തന്നെയാണ്. അതൊന്ന് നമ്മൾ ഒന്ന് മടക്കി അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ബാക്കിൽ സ്ലിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏലയിനാകുമ്പോൾ ചില കുട്ടികൾക്ക് നല്ല ടൈറ്റ് വരാൻ, നടക്കുമ്പോഴൊക്കെ ടൈറ്റ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് നമ്മളുടെ ഈ നീയുടെ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ടൈറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ബാക്കിൽ ഒരു സ്ലിറ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഞാൻ 2 വള്ളിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വള്ളി വെക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് നല്ല വശത്തിനോട് നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് അടിച്ചിട്ട് പിന്നെ ഒന്ന് തിരിച്ച് മറിച്ചെടുത്താൽ മതി കേട്ടോ. ശേഷം വള്ളി വെച്ചതിന് ശേഷം നമ്മളുടെ ഈ സൈഡ് ഭാഗം രണ്ടും കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഉടുപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഉടുപ്പിൻ്റെ അടിഭാഗം കൂടി മടക്കി അടിക്കുകയാണ് കേട്ടോ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്.
നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് സാറ്റിൻ കൊണ്ട് ബോ ഉണ്ടാക്കുകയാണ് ചെയ്യണത്. അപ്പം നല്ല ഭാഗം നല്ല വശത്തിനോട് വെച്ചിട്ട് നമ്മളൊന്ന് സെൻറ്റർ ഭാഗത്ത് ഒരു ഗ്യാപ്പ് വരണ രീതിയിൽ നമ്മളൊന്ന് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. കാരണം ആ ഗ്യാപ്പ് ഇടണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ച് മറിച്ചെടുക്കാനാണ്. അതിനുശേഷം നമ്മൾ ഈ ജോയിൻ ചെയ്യിപ്പിച്ചാണ് ആ ഒരു സിമല വന്നിട്ടുണ്ടല്ലോ അത് സെൻറ്ററിലോട്ട് വരത്തക്ക രീതിയിൽ താഴെയും മുകളിലും ഈ സാറ്റിൻ്റെ ഈ വീഡിയോയിൽ കാണണ പോലെ തന്നെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ടല്ലോ, ഈ ആദ്യമേ തന്നെ അടിച്ച സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ കൂടെയാണ് നമ്മൾ ഈ ഒരു സാറ്റിൻ തിരിച്ച് മറിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ സാറ്റിൻ തിരിച്ചെടുത്തതിന് ശേഷം ഒരു ഷാർപ്പ് എഡ്ജ് വെച്ചിട്ട് അതിൻ്റെ എല്ലാ കോർണറും, അതായത് 4 കോർണറുണ്ട്, ആ 4 കോർണറും ഒന്ന് കൃത്യത്തിൽ തന്നെ വരത്തക്ക രീതിയിൽ ഒന്ന് ഷാർപ്പ് എഡ്ജ് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ അടുത്ത ഒരു ബോയും കൂടി നമ്മൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുക. കാരണം അത് കുറച്ചും കൂടി സൈസ് കുറവുള്ള ബോയാണ്. അപ്പോൾ ഞാൻ 2 എണ്ണം ഇതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ബോ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബോ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലോട്ട് വേണ്ടിയിട്ട് ഒരു ടൈയും കൂടിയും ആവശ്യമുണ്ട്. അപ്പോൾ ഞാനതൊരു 4 ഇഞ്ചിലുള്ള ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വിട്ട്. അപ്പോൾ ലെങ്ത് അധികം വേണ്ട, ഒരു 6 ഇഞ്ചോളൊക്കെ മതി, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ആ ഒരു പീസ് നമ്മൾ ഇതുപോലെ തിരിച്ചു മറിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ബോയുടെ സെൻറ്ററിൽ നമ്മൾ വെച്ചിട്ട് തുന്നാണ് കേട്ടോ ചെയ്യുന്നത്. ബോ ഹെം ചെയ്യുമ്പോൾ രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ഹെം ചെയ്യണം കേട്ടോ. അപ്പോൾ സെൻറ്റർ നോക്കിയിട്ട് സൂചി നൂലും നമ്മളൊരു 2 ഇഴയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് സെൻറ്റർ നോക്കിയിട്ട് നമ്മൾ സാധാരണ റണ്ണിങ് സ്റ്റിച്ച് ഇടണ പോലെ തന്നെ ഇതുപോലെ നമ്മളൊന്ന് സെൻറ്റർ മാറിപ്പോവരുത്, വശങ്ങൾ ഇച്ചിരി നീങ്ങിപ്പോവരുത്, സെൻറ്ററോട് കൂടി തന്നെ നമ്മളൊന്ന് തുന്നിയെടുക്കുക. അതിന് ശേഷം ആ നൂലൊന്ന് വലിച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ബോ റെഡിയാണ് കേട്ടോ. എൻ്റെ ഭാഗത്ത് നമ്മളൊരു ചെറിയൊരു കെട്ടിടാനും മറക്കരുത്, വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ബോയും കൂടിയും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ ബോയും ഇതുപോലെ തുന്നിയതിന് ശേഷം ഒന്നിന് മുകളിൽ ഒന്ന് വെച്ചിട്ട് ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് ടൈ ചെയ്താൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. അത് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ആ സെൻറ്ററിൽ വെക്കേണ്ട ഒരു ടൈ ഉണ്ടല്ലോ, ആ ടൈയും കൂടിയും ചേർത്ത് തുന്നിയിട്ട് വേണം നമ്മൾ ഈ ഒരു ബോയുടെ ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുപോലെ കവർ ചെയ്തിട്ട് എൻ്റെ ഭാഗം, അതായത് അടിവശത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് തുന്നി കൊടുക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ഈ ഒരു വള്ളിയുമ്പോൾ കുറച്ച് ബീഡ്സ് തുന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ കൂട്ട് ബാക്ക് സ്റ്റിച്ചിലാണ് ചെയ്യണത്. അപ്പോൾ ഒരു മുത്ത് തുന്നാനുള്ള പാകത്തിൽ ഒരു വിട്ടിട്ട് നമ്മളൊന്ന് സൂചി നൂലും കോർത്തെടുക്കുക. അതിനുശേഷം അത് ബാക്കിലോട്ട് തുന്നി ഫ്രണ്ടിലോട്ട് എടുക്കുക. ഫ്രണ്ടിലോട്ട് നമ്മൾ നൂല് സൂചി എടുക്കുമ്പോൾ ഒരു മുത്തിനും കൂടി വരുന്ന ഗ്യാപ്പിൽ വേണം നമ്മളത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് വഴിയാണ് നമ്മളിത് തുന്നിയെടുക്കുന്നത്. അതിനുശേഷം ഈ എല്ലാം തുന്നി കഴിഞ്ഞതിന് ശേഷം മുത്തുകളെല്ലാം കൂടിയിട്ട് ഒരു ഇഴ എടുത്തിട്ട് സൂചി നൂലും യൂസ് ചെയ്ത് ഒരു ഇഴ എടുത്തിട്ട് നമ്മളിപ്പോൾ മാലയ്ക്ക് കോർക്കണ പോലെ ഈ മുത്തുകളെല്ലാം കൂടി ഒരുമിച്ചൊന്ന് കോർത്ത് ടൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടൈറ്റിൽ തന്നെ മുത്തുകളായിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്ത് വെച്ചാണ് ആ ബോ സെൻറ്റർ നോക്കിയിട്ട് തുന്നി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഉടുപ്പ് റെഡിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.